നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കി. നിയമം ലംഘിച്ച 368 പേർ കൂടി പിടിയിലായതായി അധികൃതർ അറിയിച്ചു. ഇവരിൽ 316 പേരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത്. സുരക്ഷിതമായ സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 50 പേരെ പരിശോധനകളിൽ പിടികൂടിയപ്പോൾ മൊബൈൽ ഫോണിൽ ഇഹ്തിറാസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തതിനാണ് 2 പേർ പിടിയിലായത്. എല്ലാവരെയും തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷൻ കൈമാറി. ഖത്തറിൽ 146 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 86 പേർക്ക് സമൂഹ വ്യാപനത്തിലൂടെയാണ് രോഗബാധ. 60 പേർ വിദേശങ്ങളിൽ നിന്ന് എത്തിയവരാണ്. 106 പേർ ഇന്നലെ രോഗമുക്തി നേടി. നിലവിലുള്ള ആകെ രോഗികൾ 1505. തിങ്കളാഴ്ച 19,330 പേരാണ് പരിശോധിച്ചത്. ആകെ 22,27,433 പേർക്കാണ് പരിശോധന നടത്തിയത്. ആകെ 22,14,000 പേരാണ് രോഗമുക്തി നേടിയത്. നിലവിൽ 89 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 7 പേർ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ 35 പേർ ചികിത്സയിലുണ്ട്. കുവൈറ്റിൽ 1770 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ 3,77,364 പേർക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത്. 1,694 പേർ രോഗമുക്തരായതോടെ ആകെ രോഗമുക്തർ 3,57,256 ആയിരിക്കുന്നു. 19 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് മരണം 2,136 ബാക്കി 17,972 പേരാണ് ചികിത്സയിലുള്ളത്. 331 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ 10 പേർ വർദ്ധിച്ചു. 15,072 പേർക്കാണ് പരിശോധന നടത്തിയത്. 11.74% രോഗസ്ഥിരീകരണം. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് UAE-ലേക്കുള്ള വിമാന സർവീസുകൾ ജൂലൈ 21 വരെ ഉണ്ടാവില്ലെന്ന് ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ യാത്രക്കാർക്കും മറ്റ് രാജ്യങ്ങൾ വഴി UAE-ലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്നും എയർലൈൻ അധികൃതർ അറിയിച്ചു. UAE പൗരന്മാർ, UAE ഗോൾഡൻ വിസ ഉള്ളവർ, നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവരെ നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കുവൈറ്റിൽ ബലിപെരുന്നാൾ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ജൂലൈ 18 ഞായറാഴ്ച മുതൽ ജൂലൈ 22 വ്യാഴാഴ്ച വരെ ആയിരിക്കും അവധിയെന്ന് ക്യാബിനറ്റ് അറിയിച്ചു. 2 വാരാന്ത്യങ്ങളിലെ അവധി ദിനങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ 9 ദിവസത്തെ അവധി ലഭിക്കും. സർക്കാർ സ്ഥാപനങ്ങളും മന്ത്രാലയങ്ങളും ഔദ്യോഗിക അവധി ദിനങ്ങളിൽ പ്രവർത്തിക്കില്ല. ചൈനീസ് വാക്സിനുകൾ സ്വീകരിച്ചവർക്ക് സൗദിയിൽ ക്വാറന്റൈൻ ഇളവ് അനുവദിച്ചു. സിനോഫാം, സിനോവാക് എന്നീ വാക്സിനുകൾ സ്വീകരിച്ചവർക്കാണ് ഇളവ് ലഭിക്കുക. ഇവർ സൗദിയിൽ അംഗീകാരമുള്ള ഏതെങ്കിലും വാക്സിൻ ബൂസ്റ്റർ ഡോസായി സ്വീകരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. സിനോഫാം, സിനോവാക് എന്നീ ചൈനീസ് കോവിഡ് വാക്സിനുകളുടെ 2 ഡോസിനോട് കൂടെ സൗദിയിൽ അംഗീകാരമുള്ള ഏതെങ്കിലും വാക്സിനുകൾ ബൂസ്റ്റർ ഡോസായി സ്വീകരിച്ചവർക്ക് സൗദിയിലെത്തിയാൽ ഇനി മുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ നിർബന്ധമില്ല. ഹജ്ജ് കർമ്മത്തിനിടെ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നടക്കുന്ന സ്ഥലമാണ് മിന താഴ്വര. ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും മിനായിൽ തന്നെ. തമ്പുകളുടെ നഗരം എന്നാണ് മിന അറിയപ്പെടുന്നത്. മക്കയിലെ ഹറം പള്ളിക്ക് കിഴക്കുഭാഗത്താണ് തമ്പുകളുടെ നഗരമായ മിന സ്ഥിതി ചെയ്യുന്നത്. മക്കയിലെത്തുന്ന ഹാജിമാർ ഉംറ നിർവഹിച്ച ശേഷം ആദ്യമെത്തുക മിനായിലാണ്. ഹറമിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് മിന. എങ്കിലും ഭൂരിഭാഗം ഹാജിമാരും നടന്നാണ് മിനായിലേക്ക് പോവുക. ഖത്തറിലേക്ക് വരുന്ന മുഴുവൻ യാത്രക്കാരും യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഇഹ്തിറാസ് വെബ്സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുള്ള വ്യവസ്ഥ നിലവിൽ വന്നതായി ഖത്തർ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് അറിയിച്ചു. ഇന്നലെ മുതൽ നിലവിൽ വന്ന പുതിയ യാത്രാ നിബന്ധനകളുടെ ഭാഗമാണിത്. ആവശ്യമായ രേഖകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. ബലിപെരുന്നാൾ അവധി പ്രമാണിച്ച് ദോഹയിൽ നിന്നും യാത്ര പുറപ്പെടുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതർ. ദോഹയിൽ നിന്നും പുറപ്പെടുന്ന യാത്രക്കാർ ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്യാനും വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് തന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചേരാനും HIA അധികൃതർ നിർദ്ദേശിച്ചു. ബലിപെരുന്നാൾ ആഘോഷത്തിനായി ഇക്കുറി കുവൈറ്റിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് 1.5 ലക്ഷത്തോളം പേർ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന 55,000-ലേറെ യാത്രക്കാരിൽ 75% പേർ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നവരാണെന്ന് ജനറൽ ഏവിയേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.